ഒരു കഥ വേറിട്ട രീതിയിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അത് യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണ്. നമുക്ക് അതേപോലെ കുറച്ച് ഫിക്ഷനൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പങ്കുവെക്കാം. പക്ഷെ അതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസും പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തെ ഓസ്കാർ വരെ വാങ്ങിയിട്ടുള്ള ഒരു ചിത്രത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. സിനിമാ പ്രേമികൾക്കിടയിൽ നിന്ന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരിക്കലും ഒരു ഓസ്കാർ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. അങ്ങനെയായിരുന്നു 2024 അല്ലെങ്കിൽ 2023 അതിനു വേണ്ടി സാക്ഷ്യം വഹിച്ചത് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ക്രിസ്റ്റഫർ നോളന്റെ സാധാ കണ്ടുവരുന്ന സിനിമകളിൽ നിന്ന് വേറിട്ട രീതിയിൽ എന്തൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റും ആ പരിപാടിയൊക്കെ പുള്ളി ഇതിൽ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഈ സിനിമ കണ്ട ഭൂരിഭാഗം പേർക്കും മനസ്സിലായിട്ടുള്ളതുമാണ്. ഇതിൻ്റെ VFXും ചെറുതായിട്ട് ഒരു 2 വയസ്സ് തമ്മിൽ ഇങ്ങനെ അനങ്ങുന്ന സീനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താ പറയുക, എന്ത് ബ്യൂട്ടിയാണ് ആ സാധനത്തിനെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഫിസിക്സ് ക്ലാസ് പണ്ടേ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയൊക്കെ എനിക്ക് ചെറുതായിട്ട് ലാഗ് അടിച്ചെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു ബ്രഹ്മാണ്ഡ സാധനം കണ്ടു എന്നുള്ളൊരു ഫീല് തന്നെയാണ് എനിക്ക് ഈ സിനിമ പങ്കുവെച്ചത്. അപ്പോൾ ഓപ്പൺഹൈമറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് താഴെ പങ്കുവയ്ക്കുക. ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം.